ഹലോ ഓൾ, വെൽക്കം ടു വൺസ്. സോ എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ പുതിയ അപ്ഡേറ്റഡ് സിലബസിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതായത് LED എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ PN ജംഗ്ഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ നോർമൽ PN ജംഗ്ഷനിൽ LED കുറച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്, അത് ഡയോഡ് തന്നെയാണ്, പക്ഷെ വ്യത്യാസം എന്താണ്? അത് ലൈറ്റാണ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നോർമലി നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന PN ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? സിലിക്കൺ, ജർമേനിയാണ് ഇത് നോർമലി നമ്മൾ യൂസ് ചെയ്യാറ്. പക്ഷെ സിലിക്കണും ജർമേനിയും ഒന്നും ലൈറ്റ് എമിറ്റ് ചെയ്യാറില്ല. ഓക്കെ, സോ സിലിക്കണിന്റെ എനർജി ഗ്യാപ്പ് നമുക്ക് അറിയാം, അറൗണ്ട് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ് സിലിക്കണിന്റെ എനർജി ഗ്യാപ്പ്. 0.72 ഇലക്ട്രോൺ വോൾട്ട് ആണ് ജർമേനിയത്തിന്റെ എനർജി ഗ്യാപ്പ് ഒക്കെ. അപ്പൊ ഇതൊക്കെ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലാണ് വരിക. ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ് സിലിക്കണും ജർമേനിയും. ഇത് നോർമൽ ഡയോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ആണ്. കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലിയം ആർസനൈഡ്, അതുപോലെ തന്നെ ഇൻഡിയം ഫോസ്ഫൈഡ്, ഇതൊക്കെയാണ് നമ്മൾ LED ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം എന്താണ് സിലിക്കണും ജർമേനിയവും അതുപോലെ തന്നെ ഈ ഗാലിയം ആർസനൈഡും ഇൻഡിയം ഫോസ്ഫൈഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ, ജർമേനിയം അതിൻ്റെ എനർജി ഗ്യാപ്പിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞു. അത് എമിറ്റ് ചെയ്യുന്നത് ഹീറ്റിൻ്റെ ഫോമിലാണ് എനർജി എമിറ്റ് ചെയ്യുന്നത്, അതായത് ഹീറ്റാണ് അതെന്ന് മെയിനായിട്ടും റിലീസ് ചെയ്യുന്നത്. പക്ഷേ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ ക്ലാസിഫിക്കേഷനിലാണ് ഈ സിലിക്കണും ജർമേനിയം വരിക. പക്ഷെ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ് ഗാലിയം ആർസനൈഡും ഇൻഡിയം ഫോസ്ഫൈഡും. അതിൽ റീകോമ്പിനേഷന്റെ ഭാഗമായിട്ട് ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത്. സോ ലൈറ്റ് ഈസ് എമിറ്റഡ് ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് സെമി കണ്ടക്ടർ ആയിട്ടുള്ള ഗാലിയം ആർസനൈഡും ഇൻഡിയം ഫോസ്ഫൈഡും ഒക്കെയാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇതിന്റെ എനർജി ഗ്യാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 1.8 ഇലക്ട്രോൺ വോൾട്ട് തൊട്ടിട്ട് അറൗണ്ട് ഒരു 3.1 ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ ഈ ഒരു എനർജി ഗ്യാപ്പ്, ഈ ഒരു റേഞ്ചിൽ എനർജി ഗ്യാപ്പ് ഉള്ള മെറ്റീരിയൽസ് ആണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്? ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് കാറ്റഗറിയിൽ വരുന്നത്. അതിന് എക്സാമ്പിളാണ് ഗാലിയം ആർസനൈഡും ഇൻഡിയം ഫോസ്ഫൈഡും. അതിൽ റീകോമ്പിനേഷന്റെ ഭാഗമായിട്ട് ലൈറ്റ്, അതായത് വിബ്ജിയോറിലുള്ള ഏതെങ്കിലും ഒരു കളറായിരിക്കും എന്ത് ചെയ്യുക? എമിറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. സോ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED, ഇറ്റ്സ് എ ഡയോഡ് വിച്ച് എമിറ്റ്സ് ലൈറ്റ്. അപ്പൊ ഈ LED നടക്കുന്ന കാര്യം, അതായത് റീകോമ്പിനേഷന്റെ ഭാഗമായിട്ടാണ് എന്ത് എമിറ്റ് ചെയ്യുന്നത്? ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ എത്തി. സോ വാലൻസ് ബാൻഡിൽ ഹോള് ക്രിയേറ്റ് ചെയ്യുന്നു, കണ്ടക്ഷൻ ബാൻഡിൽ ഫ്രീ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ലൈഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് തിരിച്ച് വാലൻസ് ബാൻഡിലേക്ക് വരും. ഓക്കെ, സോ എന്ത് എനർജി സ്വീകരിച്ചിട്ടാണോ അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയത്, അതേ എനർജി തിരിച്ച് വാലൻസ് ബാൻഡിലേക്ക് വരുമ്പോൾ അത് റിലീസ് ചെയ്യും. ഓക്കെ, സോ അതാണ് റീകോമ്പിനേഷൻ എന്ന് പറയുക. ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ, ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യുന്നു. ഒരു ലൈഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഹോൾ പെയർ റീകമ്പൈൻ ചെയ്യുന്നു. സോ ആ റീകോമ്പിനേഷന്റെ ഭാഗമായിട്ട് അവിടെ എനർജി റിലീസ് ചെയ്യുന്നു. ഇഫ് ദ എനർജി ഈസ് റിലീസ്ഡ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്, ലൈറ്റ് ആയിട്ടാണ് എനർജി റിലീസ് ചെയ്യുന്നത് എങ്കിൽ അതാണ് നമ്മൾ LED കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് സ്പോണ്ടേനിയസ് എമിഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുക. സ്പോണ്ടേനിയസ് എമിഷൻ, അത് നമ്മൾ പ്രത്യേകിച്ച് വേറെ ട്രിഗർ ഒന്നും കൊടുക്കുന്നില്ല. സ്പോണ്ടേനിയസ് എമിഷൻ ആണ് നമ്മുടെ LED ഉള്ളത്. അതേസമയം നമ്മൾ ലേസറൊക്കെ പഠിക്കുമ്പോൾ ലേസറിലൊക്കെ നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷനാണ്, എന്തെങ്കിലും സ്റ്റിമുലസ് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു എമിഷൻ നടത്തുന്നത്. സോ സ്പോണ്ടേനിയസ് എമിഷൻ ആണ് LED വരുന്നത്. സോ LED ലൈറ്റ് എമിറ്റ് ചെയ്യും എപ്പോ? PN ജംഗ്ഷൻ അല്ലെങ്കിൽ ആ ഡയോഡ് എന്ന് പറയുന്നത് ഏത് ബയാസിൽ? ഫോർവേഡ് ബയാസിലായിരിക്കണം. സോ LED വിൽ എമിറ്റ് ലൈറ്റ് വെൻ ഇറ്റ് ഈസ് ഇൻ ഫോർവേഡ് ബയസ് കണ്ടീഷൻ. അതായത് ഇതിനെ ഫോർവേഡ് ബയസ് ചെയ്യണം. LED നമ്മൾ എന്ത് ചെയ്യണം? ഫോർവേഡ് ബയസ് ചെയ്യണം. സോ ഇതിന്റെ സിമ്പൽ നമുക്ക് നോക്കാം. സോ നോർമൽ ഡയോഡിന്റെ സിമ്പൽ തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാം ലൈറ്റ് ഇത് എമിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിന്റെ ഒരു സിമ്പൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ആനോഡ്, കാഥോഡ്, ദെൻ പുറത്തേക്കാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. സോ ഒരു ലൈറ്റ് എമിറ്റിങ്ങിന്റെ സിമ്പലും കൂടെ അതിലുണ്ട്. ഇനി നോർമൽ ഡയോഡായിട്ടുള്ള ജസ്റ്റ് ഉള്ള ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. നോർമൽ ഡയോഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഹെവിലി ഡോപ്ഡ് ആണ്. സോ LED എന്ന് പറഞ്ഞാൽ ഹെവിലി ഡോപ്ഡ്
PN ജംഗ്ഷൻ ആണ്. പിന്നെ ഇതിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ്, അതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ കളറ് കാര്യങ്ങളൊക്കെ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ, നമ്മൾ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിൻ്റെ എമൗണ്ട് ഓഫ് ഡോപ്പിങ്. സോ അതനുസരിച്ചിട്ടായിരിക്കും അതിൽ നിന്നുള്ള ലൈറ്റ് കളർ, അതായത് ഏത് കളർ ലൈറ്റാണ് അത് എമിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ആവുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ ആണ്. ഗാലിയം ആർസനൈഡ്, ഇൻഡിയം ഫോസ്ഫൈഡ്, ഇതൊക്കെയാണ് LED-യുടെ നോർമൽ മെറ്റീരിയൽ. സ്പോണ്ടേനിയസ് എമിഷൻ ആണ്. സോ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് റീകോമ്പിനേഷൻ്റെ ഭാഗമായിട്ട് വരുന്നു, എനർജി റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്യുന്ന എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ആയിരിക്കും. അത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, എമൗണ്ട് ഓഫ് ഡോപ്പിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സിമ്പിളാണ് ഇവിടെ കാണുന്നത്. സോ ഇത് നോർമലി നമ്മൾ ഫോർവേഡ് ബയസിലായിരിക്കും കണക്ട് ചെയ്യുക. ഓക്കെ, ഫോർവേഡ് ബയസിലാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു എനർജി ബാൻഡ് ഡയഗ്രം ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് നോക്കാം. സോ ഇതാണ് നമ്മുടെ PN ജംഗ്ഷൻ. സോ വി ഹാവ് എ P ടൈപ്പ് സെമി കണ്ടക്ടർ. P ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കേസ് നമുക്ക് അറിയാം, അതിൽ മെജോറിറ്റി കാരിയർ ആരാണ്? ഹോൾസ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതൊക്കെ എന്താണ്? ഹോൾസ് ആണ്. സോ ദീസ് ആർ ദി ഹോൾസ്. സോ ഇതാണ് P ടൈപ്പ് സെമി കണ്ടക്ടർ. ദെൻ N ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. N ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ഇലക്ട്രോൺസ്. സോ ഈ Pയും Nഉം ചേർത്ത് വെക്കുകയാണ് നമ്മൾ. Pയും Nഉം നമ്മൾ ചേർത്ത് വെച്ചു. Pയും Nഉം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ജംഗ്ഷൻ ഈസ് ഫോംഡ്, ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തു. അതാണ് PN ജംഗ്ഷൻ. ആ PN ജംഗ്ഷൻ നമ്മൾ LED വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ബയാസ് ആണെന്ന് പറഞ്ഞു? LED വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫോർവേഡ് ബയസ്. ദാറ്റ് മീൻസ് P ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. ഇതാണ് PN എന്ന് പറയുന്നത്. സോ P ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് N ഈസ് കണക്റ്റഡ് ടു എന്താണ്? നെഗറ്റീവ്. അപ്പോൾ ഫോർവേഡ് ബയസ്ഡ് ആണ്. ഫോർവേഡ് ബയസിലേക്ക് ബയാസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറയും. സോ ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് ഡിക്രീസസ്. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറയുന്നു. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇലക്ട്രോൺസിനും ഹോൾസിനും എന്ത് ചെയ്യാൻ പറ്റും? ഡിഫ്യൂഷൻ ചെയ്യാൻ പറ്റും. അക്രോസ് ദിസ് ജംഗ്ഷൻ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ക്യാൻ ഈസിലി ഡിഫ്യൂസ്. അപ്പൊ ഡിഫ്യൂഷൻ എങ്ങനെയാന്നുള്ളത് നോക്കാം. അപ്പൊ കൂടുതലുള്ളവർക്ക് നിന്ന് കുറവുള്ള ഭാഗത്തേക്കാണ് ഡിഫ്യൂഷൻ നടക്കുക. അപ്പൊ P നോക്കുകയാണെങ്കിൽ Pയിൽ ഏതാ കൂടുതൽ? ഹോൾസ് കൂടും. സോ Pയിൽ നിന്ന് Nലേക്ക് ഹോൾസ് ഡിഫ്യൂസ് ചെയ്യും. Pയിൽ നിന്ന് Nലേക്ക് ഹോൾസ് ഡിഫ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ Nൽ ആര് കൂടുതലാണ്? ഇലക്ട്രോൺസ് കൂടുതലാണ്. അപ്പോൾ ഇലക്ട്രോൺസ് കുറവാണ് Pയിൽ. സോ Nൽ നിന്ന് Pയിലേക്ക് ഇലക്ട്രോൺസും ഡിഫ്യൂസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ ഹോൾ ഡിഫ്യൂഷൻ നടക്കും. സോ ഇലക്ട്രോൺ ഹോൾ ഡിഫ്യൂഷൻ നടക്കുമ്പോൾ ഈ ജംഗ്ഷനിൽ വെച്ചിട്ട് ഈ അക്രോസ് ദിസ് ജംഗ്ഷൻ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എനർജി ബാൻഡ് ഡയഗ്രം നോക്കാം. സോ ദിസ് ഈസ് എ P സൈഡ് ആൻഡ് ദിസ് ഈസ് ദ N സൈഡ്. P സൈഡും ഉണ്ട്, N സൈഡും ഉണ്ട്. നമ്മൾ എനർജി ബാൻഡ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ വി ഹാവ് ദി വാലൻസ് ബാൻഡ് ആൻഡ് വി ഹാവ് ദി കണ്ടക്ഷൻ ബാൻഡ്. ഇതാണ് കണ്ടക്ഷൻ ബാൻഡ് എനർജി ലെവൽ EC. ഇതാണ് വാലൻസ് ബാൻഡ് എനർജി ലെവൽ EV എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഡോട്ടഡ് ആയിട്ട് ഒരു ലൈൻ കാണാം. ഇതാണ് ഫെർമി ലെവൽ എന്ന് പറയുന്നത്. ഇതാണ് ഫെർമി ലെവൽ. ഇത് P സൈഡാണ്. ഇനി N സൈഡ് എടുക്കുന്ന സമയത്ത് അവിടെയും ഇതാണ് കണ്ടക്ഷൻ ബാൻഡ് എനർജി ലെവൽ EC. ഇതാണ് വാലൻസ് ബാൻഡ് എനർജി ലെവൽ EV എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ഫെർമി ലെവൽ കാണാം. ഫെർമി ലെവൽ പക്ഷേ കണ്ടക്ഷൻ ബാൻഡിന്റെ തൊട്ട് താഴെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഏരിയ ഈസ് അവർ ജംഗ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം N സൈഡിലുള്ള കണ്ടക്ഷൻ ബാൻഡ് എനർജി ലെവൽ കാണാം. P സൈഡിലുള്ള കണ്ടക്ഷൻ ബാൻഡ് എനർജി ലെവൽ കാണാം. ഇനി ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഇലക്ട്രോൺസ് ഇവിടെ താഴെയാണ് എന്തുണ്ടാവുക? വാലൻസ് ബാൻഡിലാണ്, കണ്ടക്ഷൻ ബാൻഡിലാണ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുക. വാലൻസ് ബാൻഡിലാണ് ഹോൾസ് ഉണ്ടാവുക. അപ്പൊ റീകോമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ഫ്രീ ഇലക്ട്രോൺസ് ഇവിടെ ഇല്ല ഈ ഹോൾസിന്റെ പൊസിഷനിൽ വന്ന് ഒക്യുപ്പൈ ചെയ്യും. ഹോൾസിന്റെ പൊസിഷനിൽ വന്ന് ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഹോൾസ് അപ്രത്യക്ഷമാവും, അതായത് ഡിസപ്പിയർ ആവും. ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താവും? ഇലക്ട്രോൺസ് ബൗണ്ടഡ് ഇലക്ട്രോൺ ആയി മാറും. ഫ്രീ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലെ ഹോളിൽ വന്നിരുന്നു, പിന്നെ ആ ഇലക്ട്രോൺ എന്തായി? ബൗണ്ടഡ് ആയി, ഹോൾസ് ഡിസപ്പിയർ ചെയ്തു, ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടന്നു. അപ്പൊ ഇവിടെ നിന്ന് കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വാലൻസ് ബാൻഡിലേക്ക് വരുമ്പോൾ ആ ഒരു എനർജി അതെന്ത് ചെയ്യും? റിലീസ് ചെയ്യും. സോ ഇറ്റ് വിൽ റിലീസ് എനർജി. ആ എനർജി റിലീസ് ചെയ്യുന്നത് LED-യുടെ കേസിൽ എന്തായിട്ടാണ് റിലീസ് ചെയ്യുക? ലൈറ്റ് ആയിട്ടാണ് റിലീസ് ചെയ്യുക, ലൈറ്റ് എനർജി. ഇപ്പോൾ വിബ്ജിയോറിലുള്ള ഏതെങ്കിലും ഒരു കളർ ഓഫ് ലൈറ്റ് ആയിട്ടായിരിക്കും അത് റിലീസ് ചെയ്യുക. അപ്പം അത് ഏത് കളർ ലൈറ്റ് ആണ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ എനർജി ഗ്യാപ്പ്, ഈ ഫാക്ടേഴ്സിനൊക്കെയാണ്
ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ സ്പോണ്ടേനിയസ് എമിഷൻ നടന്ന് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ്റെ ഭാഗമായിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിവൈസ് ആണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് എനർജി ബാൻഡ് ഡയഗ്രാം വെച്ചിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ഇനി നമുക്കറിയാം ഈ ഒരു ലൈറ്റ്, അതായത് ഈ ഒരു ലൈറ്റിൻ്റെ വേവ് ലെങ്ത്, അതായത് ഇത് വയലറ്റ് ആണോ, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇതാണ് വിബ്ജിയോർ. അപ്പോൾ ഇതിൽ ഏത് കളർ വേണമെങ്കിലും ആവാം. അപ്പോൾ ഏത് കളറാണ് ഇത് എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ അതായത് ഈ ഒരു കളറിൻ്റെ വേവ് ലെങ്ത്, നമ്മളടുത്ത് എനർജി ഗ്യാപ്പിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ മുന്നേ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എനർജി ഗ്യാപ്പ് is equal to 1.24 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻ മൈക്രോമീറ്റർ ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതൊന്ന് ലാംഡയുടെ ഇക്വേഷൻ എന്ത് കിട്ടും? ലാംഡ ഇൻ മൈക്രോമീറ്റർ ഇസ് ഈക്വൽ ടു 1.24 ഡിവൈഡഡ് ബൈ എനർജി ഗ്യാപ്പ്. എനർജി ഗ്യാപ്പ് നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 1.8 ഇലക്ട്രോൺ വോൾട്ട് തൊട്ട് അറൗണ്ട് ഒരു 3.1 ഇലക്ട്രോൺ വോൾട്ട്. ഇതൊക്കെയാണ് ഒരു ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടറിൻ്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ എനർജി ഗ്യാപ്പും മാറി മാറി ഇടുന്ന സമയത്ത് നമ്മളുടെ ലാംഡയുടെ വാല്യൂ മാറും. ലാംഡയുടെ വാല്യൂ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു LED എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ കളർ അതിനനുസരിച്ച് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് ആ മെറ്റീരിയലിൻ്റെ എനർജി ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് കിട്ടും, ഏത് കളറാണെന്നുള്ളത് കിട്ടും. ഇനി നമ്മൾ എനർജി ഗ്യാപ്പ് മെറ്റീരിയൽ മാറ്റി കഴിഞ്ഞാൽ എനർജി ഗ്യാപ്പ് മാറും, ലാംഡ മാറും, കളറിൻ്റെ ലൈറ്റിൻ്റെ കളർ എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ട് ചേഞ്ച് ആവും. അപ്പോൾ ഇതാണ് ലാംഡ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. പിന്നെ എനർജിയുടെ ഇക്വേഷനൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയാം. E=hc/λ. H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, C എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, ലാംഡ വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഈ ഒരു ഫോർമുല അറിഞ്ഞിരിക്കുക. ചെറിയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഇതിനെ ബേസ് ചെയ്ത് ചോദിക്കാം. ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏതാണ് നമ്മുടെ LED മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അത് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ആണോ, ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ആണോ, അല്ലെങ്കിൽ അതിൻ്റെ എനർജി ഗ്യാപ്പ് ഏത് റേഞ്ചിലാണ് വരിക, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ എനർജി ഗ്യാപ്പ് ഇത്രയാണ്, അങ്ങനെയാണെങ്കിൽ അതിൽ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എത്രയാണ്. ഈ ഒരു രീതിയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഇക്വേഷൻ ആണ്. അതായത് കാൽക്കുലേഷൻ ഓഫ് വേവ് ലെങ്ത് എമിറ്റഡ് ബൈ LED. ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് LED. സോ ഇത്രയാണ് നമുക്ക് LED കുറിച്ച് മെയിൻലി ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അടുത്ത സെഷനിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക്